അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് വേറൊരു ആൾക്കാരിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അതുപോലെ ഹായ്. അപ്പോൾ ഒരു മാരീഡ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്നറിയോ? കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാം. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്റ്റാണ്. കാരണം നമ്മൾ രണ്ടാളും രണ്ട് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഒരാൾ വലുത് ഒരാൾ ചെറുത് എന്നുള്ള രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കപ്പിൾസ് ആയാലും കാണരുത്. അപ്പോൾ ഓരോ ആൾക്കും അവരുടേതായ വാല്യൂ എടുക്കും. ഇപ്പോൾ നമ്മുടെ ഭാര്യയോ ഭർത്താവ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കേൾക്കാനും നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ചെയ്യാനും ശ്രമിക്കുക. പിന്നുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് കുറച്ച് നേരം സംസാരിക്കുക. ചിലപ്പോൾ രണ്ടുപേർക്കും ജോലിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് സംസാരിക്കാനൊന്നും സമയം ഉണ്ടാവുന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ അവരെപ്പോഴും മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ബോണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതായത് നമ്മളിപ്പോൾ വീട്ടിലെല്ലാം എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഒന്നിച്ചിരിക്കുക. അതുപോലെ തന്നെ പറ്റുന്ന ഏതെങ്കിലും സമയത്ത് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത് എപ്പോഴും പോകണമെന്നില്ല, ഇവർക്ക് എപ്പോഴും പോകണമെന്നൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ദിവസം പറ്റുന്ന സമയത്ത് ഒന്ന് പുറത്ത് പോവുക, ചെറിയ ചായയും കടിയും കഴിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോൾ പറ്റുകയാണെങ്കിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതെല്ലാം നമ്മുടെ ബന്ധത്തിനെ കുറച്ചും കൂടി എന്താ പറയുക കൂടുതലാക്കാൻ വേണ്ടി അതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ടാണ്. കാരണം എനിക്കൊരു ഫാമിലി ഉണ്ട്, ഇവനൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നെന്ന് വെച്ചിട്ട് എൻ്റെ ഫാമിലീനെ എനിക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ രണ്ട് ഫാമിലീനെയും ഒരുപോലെ കാണാം. ഇപ്പോൾ അനുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നാൽ എൻ്റെ അമ്മേനെ അച്ഛനെയും അവളെ അമ്മേനെ അച്ഛനെയും പോലെ കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ അനുവിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് കുടുംബവും രണ്ടായിട്ട് കാണാണ്ട് ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഇടയ്ക്ക് അവരെ വീട്ടിൽ പോവുക, ഇടയ്ക്ക് അവരിങ്ങോട്ട് വരും. ജസ്റ്റ് ഇപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചാൽ തന്നെ ആ ഒരു ബന്ധം ഉണ്ടാവും. പരമാവധി അങ്ങനത്തെ ബന്ധങ്ങളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ ഇൻവോൾവ്മെൻ്റ് ആണ്. അതായത് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് വേറൊരു ആൾക്കാരിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അതുപോലെ മറ്റുള്ളവരെ ഇടപെട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കുറച്ചുകൂടി വഷളാകത്തേ ഉള്ളൂ. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഇടയിൽ മാത്രം നിൽക്കുക, നമ്മൾ തമ്മിൽ മാത്രം അത് ഒത്തുതീർപ്പാക്കുക, അല്ലേ? അതെ. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടെങ്കിലും ഓവറായിട്ട് ഷെയർ ചെയ്താൽ നമ്മളിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്കായിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. പരമാവധി നമ്മൾ തന്നെ പരമാവധി സംസാരിച്ചിട്ട് തീർക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. ഇപ്പം വേറെ ആളോട് സംസാരിക്കേണ്ടതെന്നല്ല, ചിലർക്ക് വേറെ ആളോട് ഷെയർ ചെയ്താൽ കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കൺസിഡർ ചെയ്യുക. പരമാവധി നമ്മൾ എന്താ പറയുക പാർട്ട്നേഴ്സിനോട് പരമാവധി സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ വേണ്ടി നോക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നും. പിന്നെ ഒരു മെയിൻ ഇഷ്യൂ വരുന്നതാണ് നമുക്കിടയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സംസാരിക്കും എന്നുള്ളൊരു ഇത് വരും. കാരണം നമ്മുടെ ഇടയിൽ ആ ഒരു ഈഗോ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത് വരും. അപ്പോൾ മാക്സിമം അത് പോയിട്ട് അന്നത്തെ ഡേ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം പിറ്റേ ദിവസത്തേക്കത് നീട്ടി വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഈഗോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഏതൊരു റിലേഷൻഷിപ്പിനും എന്താ പറയുക നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈഗോ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലിൻ്റെ ഇടയിലായാലും ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായാലും ഈഗോ ഭയങ്കര ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനും അനുവും തമ്മിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അനുവന്ന് സംസാരിക്കട്ടെ സോൾവ് ചെയ്തിട്ട് ഞാൻ വിചാരിക്കും. അനു വിചാരിക്കും ഞാൻ വന്നിട്ട് സംസാരിച്ച് ഓക്കെ ആക്കട്ടെ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എല്ലാ ഇതിൻ്റെ അകത്തും വരുന്നത്. അതായത് പരസ്പരം സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈഗോ വെച്ചിട്ട് ആരും സംസാരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ എന്താ പറയുക നമ്മളെ എപ്പോഴും പ്രശ്നമാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ദിവസത്തിനപ്പുറം അത് പോകാൻ വേണ്ടി നിൽക്കില്ല. അന്ന് രാത്രി തന്നെ പരമാവധി നമ്മൾ സംസാരിച്ച് തീർക്കും. അത് ഇപ്പോൾ എന്ത് ഇഷ്യൂ ആണെങ്കിലും നമ്മൾ ആദ്യമേ എടുത്തൊരു തീരുമാനം. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എടുത്തൊരു തീരുമാനമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അന്നത്തെ നൈറ്റ് അത് സോൾവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം എപ്പോഴും ഇഷ്യൂ ആയിരുന്നു. കൊടൈക്കനാൽ എത്തിയതിൻ്റെ രാവിലെ അന്ന് വരെ നമ്മൾ തമ്മിൽ പ്രശ്നമായിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ ആ സമയത്ത് തന്നെ സംസാരിച്ച് തീർക്കും. അത് അധികം സമയത്തേക്ക് നമ്മൾ നീട്ടി വെക്കില്ല. അപ്പോൾ പരമാവധി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് തന്നെ അപ്പോൾ ഇപ്പോൾ സംസാരിച്ച് തീർക്കും. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ ഈഗോ മാറ്റി എത്തിയാൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റീനെ അധികം മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കുക. ഒരു ഹസ്ബൻഡും വൈഫായി കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിരിക്കുക. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതൊന്നും ചിലർക്ക് പിടിക്കണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഈ ഫ്രണ്ട്ലി ആവുന്നതും ഇപ്പോൾ ഭാര്യയായിട്ട് കറങ്ങാൻ പോകുന്നു അതൊന്നും ചിലർ കളിയാക്കും. ഈ കളിയാക്കുന്നവർ ചിലപ്പം കല്യാണം കഴിയാത്തവരായിരിക്കും, ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കും. അപ്പോൾ അവർ കളിയാക്കൊക്കെ ചെയ്യും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിപ്പം ഭാര്യ ഭർത്താവ് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു റിലേഷൻഷിപ്പാണ്. അത് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമ്മളെ ഹാപ്പി ആക്കുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ സൊസൈറ്റീനെ നോക്കി എന്നാൽ നമ്മുടെ ജീവിതം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല. നമ്മളിപ്പോൾ എന്താ പറയുക സൊസൈറ്റി നോക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം നമ്മൾ എന്തെല്ലോ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സൊസൈറ്റി നോക്കിയാൽ നമുക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം ജീവിക്കും.
അല്ലാണ്ട് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നത് വിചാരിച്ച് നിന്നാൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിലോ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് ഉപകാരമായിരിക്കും, ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് നമ്മുടെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.